കാലത്തിനൊപ്പം മായാത്ത ഓർമ്മകൾ എന്ന ആത്മകഥ പുറത്തു വരാനുള്ള പ്രധാന കാരണം ശ്രീ വി വിശ്വനാഥമേനോൻ്റെ സുഹൃത്തും പത്രപ്രവർത്തകനുമായ MV ബെന്നി തന്നെയാണ്. അദ്ദേഹത്തെ അനുസ്മരണ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. വി വിശ്വനാഥമേനോൻ സഖാവിനെക്കുറിച്ച് എനിക്കുള്ള ഏറ്റവും കൗതുകമുള്ള ഓർമ്മ എറണാകുളം നഗരത്തിൽ ആദ്യമായും അവസാനമായും ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വനാഥമേനോൻ സഖാവ് മാത്രമാണ്. സാനുമാഷും സഭാഷുമ്പോഴൊക്കെ ജയിച്ചപ്പോൾ അവരുടെ ചിഹ്നം അതായിരുന്നില്ല. കാരണം എറണാകുളം നഗരത്തിൻ്റെ പ്രത്യേക അന്തരീക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിഹ്നം വെച്ച് മത്സരിച്ചാൽ വോട്ട് കിട്ടില്ല എന്ന് പരിപൂർണ ബോധ്യമുള്ളതുകൊണ്ട് അവരത് ഉപയോഗിച്ച് മത്സരിക്കാതിരിക്കുകയും ജയിക്കുകയും ചെയ്തു. വിശ്വനാഥമേനോൻ മാത്രമാണ് എറണാകുളം നഗരത്തിൽ ഈ പാർലമെൻറ്റ് സീറ്റിൽ അങ്ങനെ മത്സരിച്ച് ജയിച്ച ഒരേ ഒരു ആൾ. ഒരുപാട് അതുപോലുള്ള വിസ്മയകരമായ ചരിത്ര ദൗത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. അത് മുഴുവൻ പറയാൻ തുടങ്ങിയാൽ ഒരവസാനമില്ലാത്തത്രയും പറയേണ്ടി വരും. എനിക്ക് അദ്ദേഹവുമായിട്ടുണ്ടായിരുന്ന വ്യക്തിപരമായ ഒരടുപ്പം, ഞാൻ ഈ മാരായസ് കോളേജിൽ SFIയുടെ ചെയർമാനായിരുന്ന കാലത്ത്, അന്ന് ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നുമുള്ള പാർട്ടിയല്ല, ഇത്രയും വലിയ ആൾബലമോ സംഘടനാ ബലമോ പണബലമോ ഒന്നും പാർട്ടിക്കില്ല. ഈ ലെനിൻ സെൻറ്ററിലും ഒന്നും ഉണ്ടായിട്ടില്ല. വളരെ പരിമിതമായ സാഹചര്യത്തിൽ പാർട്ടി മെമ്പർമാർ ഉള്ളവർ ദൃഢതയുള്ളവരായിരുന്നു, പക്ഷെ അവരുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള സന്ദർഭത്തിൽ ഏത് ഒരു സ്പാർക്കുള്ള ചെറുപ്പക്കാരനെ കണ്ടാലും അയാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിക്ക് മുതൽക്കൂട്ടാക്കാൻ കഴിയുമോ എന്ന് ആ പഴയ തലമുറ ആലോചിച്ചിരുന്നു. അല്പം സ്പാർക്കുള്ള ഒരാളെ കണ്ടാൽ കഴിയുന്നത്ര അകത്ത് കയറ്റാതിരിക്കാൻ ജാഗ്രതപ്പെടുന്ന കാലമായിരുന്നില്ല അത്. അതുകൊണ്ട് വളരെ സൗഹൃദത്തിലും സ്നേഹത്തോടും അവരിടപെടുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ തമ്മിൽ എത്രയോ പ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എപ്പോഴും ഒരു അനിയനെ കാണുന്നത് പോലെ കണ്ട് അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം സംസാരിക്കും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹമൊക്കെ വലിയ നേതാവായിരിക്കുന്ന കാലത്ത് ചിലപ്പോൾ 8-9 ദിവസം പലപ്പോഴും തുടർച്ചയായൊക്കെ അദ്ദേഹത്തോട് ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും. അത് കേൾക്കും, അതിന് അദ്ദേഹം മറുപടി പറയും. അത്തരത്തിലുള്ളൊരു ബന്ധം, നമുക്കൊരു ജ്യേഷ്ഠ സുഹൃത്തെന്ന നിലക്കുള്ളതുപോലെ ഒരു ബന്ധം അദ്ദേഹത്തോട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇവിടെ വെച്ച് ഈ പഴയ അപ്പുറത്തെ ഹോളിലാണെന്ന്, ഈ ഹോള് വരുന്നതിന് മുമ്പ് ആണ് പ്രകാശനം ചെയ്യുന്നത്. അന്ന് ഞാൻ പറഞ്ഞ ഒരു പ്രധാന വാചകം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത്, ഈ എറണാകുളം നഗരത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം ഞങ്ങളുടെ തലമുറയ്ക്ക് ഏറ്റവും കൂടുതൽ അനുഭവവേദ്യമാക്കിയ 3 നേതാക്കൾ, ഒന്ന് വിശ്വനാഥമേനോൻ സഖാവ്, MM ലോറൻസ്, TK രാമകൃഷ്ണൻ, ഇവർ 3 പേരുമായിരുന്നു. ഈ 3 പേർക്കും വളർന്നു വരുന്ന ചെറുപ്പക്കാരെ പാർട്ടിയോട് അടുപ്പിച്ച് നിർത്താനും പറ്റുമെങ്കിൽ അവരെ ഫുൾ ടൈമറാക്കി മാറ്റാനുമൊക്കെ വലിയ ശ്രദ്ധയും ജാഗ്രതയൊക്കെ അവർക്കുണ്ടായിരുന്നു. എത്ര ജാഗ്രതപ്പെട്ടാലാണ് അതിലൊക്കെ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളത് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ അറിയാം. കാരണം ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി പെടരുത് എന്നുള്ള ദൃഢനിശ്ചയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ട് അവർ എത്ര ശ്രമിച്ചിട്ടും പാർട്ടിയുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ വലിയ നിലവാരത്തിലുള്ളൊരു ഫുൾ ടൈമറായി ഞാൻ മാറിയില്ല. അത് നന്നായി എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. ഏതായാലും അങ്ങനെയുള്ളൊരു വലിയ കാലത്തെ നേതാക്കളാണ് ഇവരെല്ലാവരും. കയ്യിൽ പണമില്ല, സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾക്ക് വേണ്ടി ജീവിതം അത്യധ്വാനം ചെയ്ത് പ്രവർത്തിക്കുക, കഠിനമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ. അങ്ങനെയുള്ളൊരു വലിയ കാലത്തിൻ്റെ ഓർമ്മയാണ് ആ തലമുറയെക്കുറിച്ചുള്ള എൻ്റെ ഓർമ്മ. വിശ്വനാഥമേനോൻ സഖാവാകട്ടെ ആ കാര്യത്തിൽ ആദ്യവസാനം അദ്ദേഹം എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ വ്യക്തിപരമായി പറഞ്ഞ പല കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞാൽ അതൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും. കാരണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ
അത്രയ്ക്ക് തുറന്ന സംസാരം, തൻ്റെ അടുത്ത് വരുന്ന ആളുകളോടൊക്കെ സംസാരിക്കാനുള്ള കാര്യത്തിലൊന്നും അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല. പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്ത് തന്നെ ഒതുക്കും. പക്ഷേ അതല്ലാത്ത പല കാര്യങ്ങളും അവർ സംസാരിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു ബുദ്ധിമുട്ടും അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വലിയ കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് വിശ്വാസ സഖാവ് ഉൾപ്പെടെയുള്ള ആ തലമുറ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി സംസ്ഥാനത്തെ ധനകാര്യമന്ത്രിയായും അപ്പോൾ അവിടെ പാർലമെൻറ്റ് മെമ്പറായിട്ടൊക്കെ അദ്ദേഹം ജോലി ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഒരഴിമതി ആരോപണം രാഷ്ട്രീയത്തിൽ ഇത്രയും കാലം നിന്നിട്ടും അവിടെയൊക്കെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ആർജവം നമ്മൾ കാണുന്നത്. ഒരു അഴിമതി ആരോപണത്തിന് വിധേയനാകാതെ ധനകാര്യമന്ത്രി ആയിരുന്നിട്ടും ഒരാക്ഷേപത്തിനിടയാകാതെ ഒരു മാതൃകാപരമായി പൊതുജീവിതം നയിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അവസാന കാലത്തൊക്കെയുള്ള രാഷ്ട്രീയ സാഹചര്യം നിങ്ങൾക്കറിയാവുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നിയത് വിശ്വാസമേനോനെ പോലൊരു സഖാവ് ആത്മകഥ എഴുതിയാൽ അത് തീർച്ചയായും ഒന്നാം തരമായിരിക്കും. കാരണം അത്രയും ഇൻഫർമേഷൻ ഉണ്ടാകും അതിനകത്ത്. എൻ്റെ സാഹിത്യ ഭംഗി മാത്രമല്ല, അത്രയും ഇൻഫോർമേറ്റീവ് ആയിരിക്കും. ആ നിലയിൽ അദ്ദേഹത്തെ കൊണ്ട് ആത്മകഥ എഴുതിപ്പിക്കാൻ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 2.5 വർഷത്തോളം മലയാളം വാരികയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ നിരന്തരമായ സമ്മർദ്ദവും പ്രേരണയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും ആ കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ഉണ്ടായ രേഖ, ആ പുസ്തകം ഒരു രേഖയാണ്. ആ രേഖ അങ്ങനെ കിടന്നതുകൊണ്ടാണ് ഇപ്പോഴും പല കാര്യങ്ങളും നമുക്ക് പറയാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കൽ ഇവിടെ സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, PJ ആൻ്റണി എന്തുകൊണ്ട് ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായില്ല? അദ്ദേഹം ഫുൾ ടൈം രാഷ്ട്രീയക്കാരനായിരുന്നു. എവിടെ വെച്ചാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെ, അവസാനം വരെ മരണം വരെ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ്. പക്ഷേ ഈ ദൈനംദിന സംഘടനാ പ്രവർത്തനങ്ങളുമായി അകന്നു നിൽക്കാൻ തുടങ്ങിയ എവിടെ മുതലാണ്. അങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നമുക്ക് ആ പുസ്തകം വായിച്ചാൽ പറ്റും. അതൊക്കെ സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ കേരളീയ സമൂഹം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഉള്ള വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 5 കൊല്ലം മുമ്പുള്ള കേരള ചരിത്രമോ മാർക്സിസ്റ്റ് ചരിത്രമോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമോ അറിയാത്ത കുട്ടികളാണ് ഇപ്പോൾ ഈ സംസാരിക്കാൻ തുടങ്ങുന്നത്. ആളുകളൊക്കെ വല്ല സോഷ്യൽ മീഡിയയിലോ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ കണ്ട ഫോട്ടോ പൊടിയോ ഒക്കെ വെച്ചിട്ട് പുസ്തകം വായിക്കാതെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ മനുഷ്യരുടെ അടുത്ത് പോയിരുന്ന് അവരുടെ ജീവിതം മനസ്സിലാക്കാതെ എന്തൊക്കെയോ സങ്കല്പിച്ച് ആ സങ്കല്പത്തിൽ വിചാരിച്ച് പലതും സംസാരിക്കുന്നു എന്നല്ലാതെ വലിയ തരത്തിലുള്ളൊരു മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനൊരു പുസ്തകം എഴുതപ്പെട്ടത് എന്തായാലും നന്നായി. അത് ഈ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ലോറൻസ് സഖാവ് ഇവിടെ എവിടെയോ അന്ന് നിൽപ്പുണ്ട്. ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അന്ന് ഈ ബിൽഡിംഗ് ഇല്ല, അപ്പുറത്തെ സ്ഥലത്താണ് മീറ്റിംഗ്. അപ്പോൾ ലോറൻസ് സഖാവ് ഇരുട്ടിലെവിടെയോ നിൽക്കുകയാണ്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഈ ടി കെ രാമകൃഷ്ണനും ഈ ലോറൻസും വിശ്വാസമേനോൻ സഖാവുമാണ് ആത്മകഥ എഴുതേണ്ട 3 പേർ എറണാകുളത്തുള്ളത്. അതിൽ മറ്റേ വിശ്വാസമേനോൻ സഖാവിൻ്റെ ആത്മകഥ കിട്ടി, മറ്റേത് രണ്ടും നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ലോറൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തുള്ള തർക്കങ്ങളുടെ കാര്യമൊക്കെ ഞാനന്ന് പ്രസംഗത്തിൽ പറഞ്ഞു. 80 വരെ ഉള്ള പീരീഡ് തർക്കമില്ലാത്ത പീരീഡാണ്. അപ്പോൾ ആ തർക്കമുള്ള പീരീഡിന് മുമ്പുള്ള പീരീഡ് എഴുതുക, ബാക്കിയുള്ളത് വേണമെങ്കിൽ പിന്നീട് എഴുതാം, പിന്നില്ലെങ്കിൽ എഴുതാതിരിക്കാം. അതൊക്കെ വിവാദപരമായി പല തർക്കങ്ങളുള്ള കാര്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് പോകുമ്പോൾ ആ ഇരുട്ടിൽ പതുങ്ങി നിൽക്കുന്ന MM ലോറൻസ് കൈകൊണ്ട് എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്നു. അങ്ങനെ പുള്ളിയായിട്ട് കുറേ നേരം സംസാരിച്ചു. അപ്പോൾ ആ പുള്ളി അതുവരെ ധരിച്ചിട്ടുള്ളത്, ലോറൻസ് സഖാവ് എന്നെക്കുറിച്ച് ധരിച്ചിട്ടുള്ളത് ഞാനെന്തോ പുള്ളിയുടെ ശത്രുവാണെന്നോ മറ്റാണ് പുള്ളി ധരിച്ചിട്ടുള്ളത്. എന്നാലും എന്നെക്കുറിച്ച് നിങ്ങളിങ്ങനെ നല്ല വാക്ക് പറയുമെന്ന് ഞാൻ വിചാരിച്ചതല്ല എന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്തതും എനിക്കിവിടെ ഓർക്കുന്നു. ആ തലമുറയുടെ രീതി അതാണ്. പറയാനുള്ളത് പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം. പക്ഷേ പരമാവധി നമ്മളെ പാർട്ടിയോട് അല്ലെങ്കിൽ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്താൻ കഴിയുമെന്നാണ് അവരെല്ലാ സമയത്തും ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ ചേർത്ത് നിൽക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ നമ്മുടേതായ വ്യക്തിപരമായ കാരണങ്ങളാണ്. അല്ലാതെ അവരുടെ എന്തെങ്കിലും ശ്രമക്കുറവ് കൊണ്ടാണ് നമ്മൾ മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി മാറാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതൊരു പ്രത്യേക സന്ദർഭത്തിലാണ് ഈ സമ്മേളനം ഇവിടെ നടക്കുന്നത്. നാളെ
തെരഞ്ഞെടുപ്പ് ഫലം വരികയാണ്. തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഇടതുപക്ഷം ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ലല്ലോ. ആളുകൾ എങ്ങനെയാണ് വോട്ട് ചെയ്തത് നമുക്കറിഞ്ഞും കൂടാ. ജയിക്കാം, ജയിക്കാതിരിക്കാം. പക്ഷേ ജയിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള ഒരു സ്റ്റേറ്റും ഇല്ലാതാവും. ബംഗാൾ പോയി, ത്രിപുര പോയി, കേരളം പോയാൽ, പോകുമെന്നല്ല ഞാൻ പറയുന്നത്, പോയാൽ അങ്ങനെ ഒരു സന്ദർഭമായിരിക്കും നാളത്തെ ദിനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ വിനയാന്വിതരായി ജീവിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെയും പഠിപ്പിക്കേണ്ട ഒരു സന്ദർഭമാണ്. കാരണം നമ്മളിങ്ങനെ ശരിയുടെ കുത്തകാവകാശം നമുക്കാണെന്നുള്ള സങ്കല്പിച്ച് വലിയ നേതാക്കന്മാർ അല്ലെങ്കിൽ വലിയ ആളുകൾ അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു വിനയത്തിൽ ഈ കാര്യം സംസാരിച്ചുകൂടെ എന്നൊരു ചോദ്യം നമുക്ക് ആർക്കും തോന്നും. അങ്ങനെ ഒരു ശരിയുടെ മൊത്ത വ്യാപാരം ഒരു മതത്തിനുമില്ല, ഒരു പാർട്ടിക്കുമില്ല. എല്ലാ പാർട്ടിയിലും എല്ലാ മതങ്ങളിലും ഒക്കെ ഉള്ളത് മനുഷ്യരാണ്. അവർക്ക് മനുഷ്യരുടേതായ തെറ്റുകുറ്റങ്ങളും കുഴപ്പങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. അത് കൂട്ടായ ചർച്ചയിലൂടെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് പഴയ കാലം മുതലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന് കഴിയുന്നൊരു അന്തരീക്ഷത്തിലേക്ക് ജയിച്ചാലും മാറണം, തോറ്റാൽ തീർച്ചയായിട്ടും ഇരട്ടി ജാഗ്രത ഭാവിയിൽ ആവശ്യവുമായും വരും. അതായാലും ഇവിടെ ഹരാരിയുടെ ഭാഗങ്ങൾ പലതും സംസാരിച്ച സുഹൃത്ത് ഉദ്ധരിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ഹരാരിയുടെ കൂടെ പറയാനുള്ളത് ഇവിടെ തോന്നുന്നത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പുസ്തകത്തിൽ പറഞ്ഞത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ലോകരാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് 3 പൊളിറ്റിക്കൽ ഐഡിയോളജികളാണ്. ആ പൊളിറ്റിക്കൽ ഐഡിയോളജിയിൽ നമ്മളിപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ ഫാസിസ്റ്റ് എന്തെങ്കിലും പറയുമെങ്കിലും ഈ രണ്ടാം ലോകയുദ്ധത്തോടുകൂടി ഫാസിസത്തിൻ്റെ ഷട്ടർ ഇട്ടു. ഇനി പഴയ അളവിലുള്ള പഴയ അവസ്ഥയിലുള്ള ഫാസിസത്തിന് അതേ രീതിയിൽ തിരിച്ചു വരൽ എളുപ്പമല്ല. അപ്പോൾ രണ്ടാം ലോകയുദ്ധമാണ് അതിൻ്റെ ഷട്ടർ വീണ കാലം. പിന്നീട് അവശേഷിച്ചത് ക്യാപിറ്റലിസവും മാർക്സിസവും തമ്മിലുള്ള എൻകൗണ്ടറാണ്. ആ എൻകൗണ്ടറാണ് ഞങ്ങളിലൊക്കെ യൗവനം എന്ന് പറയുന്നത് ആ എൻകൗണ്ടറിൻ്റെ കാലമാണ്. പക്ഷേ റഷ്യയുടെ തകർച്ചയോടുകൂടി അല്ലെങ്കിൽ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ പതനത്തോടുകൂടി അവിടുത്തെ അന്തരീക്ഷം മാറിയതോടുകൂടി മാർക്സിസ്റ്റ് ഐഡിയോളജിക്കും ഷട്ടറിട്ടു എന്ന് ഹരാരി പറയുമ്പോൾ നമ്മുടെ പോലുള്ള കേരളീയർക്ക് ബുദ്ധിമുട്ടാണെങ്കിയിരിക്കാൻ. കാരണം ചൈനയുണ്ടല്ലോ അല്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസം ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ഒരു ആഗോള പ്രകടശേഷി ഉള്ള പണ്ടത്തെ റഷ്യയുടെ പോലെയുള്ള ഒരു ആഗോള പ്രകടശേഷി, ഒരു പ്രശ്നം വന്നാൽ പ്രശ്നത്തിൽ ഇടപെട്ട് അമേരിക്കയുമായിട്ട് എൻകൗണ്ടർ നടത്താൻ പ്രാപ്തമായ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മുന്നോട്ട് വെക്കുന്ന ചൈനയും അല്ലെങ്കിൽ കേരളത്തിനൊന്നും അതിന് ശേഷിയില്ല. അപ്പോൾ അതും ദുർബലപ്പെട്ടു. ഇപ്പോൾ ഹരാരി ഉന്നയിക്കുന്ന മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പഴയ ക്യാപിറ്റലിസം അത് പല രീതിയിൽ വേഷം മാറി പല പേരുകളിൽ ലോകം മുഴുവൻ വ്യാപിച്ചു. അതിൻ്റെ കൂടെ വലിയ തരത്തിലുള്ള ടെക്നോളജിയുടെ അഡാപ്ഷനും കൂടെ നടന്നതോടുകൂടി ഇനി ഇത് എങ്ങോട്ട് തിരിയുമെന്നറിയാത്ത രീതിയിൽ ഭീമാകാരനായ ഒരു ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സായി ലോകത്തെ ഭരിക്കുകയാണ്. അതിൻ്റെ നടുവിലാണ് നമ്മൾ. അതുകൊണ്ട് കേരളത്തിലെ ഒരു സ്റ്റേറ്റ് നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് നഷ്ടപ്പെട്ടാൽ ബംഗാളും ത്രിപുരയും പോയതുപോലെ കേരളവും കൂടെ പോയാൽ ഈ ആഗോള വ്യാപകമായ അന്തരീക്ഷത്തിൽ തീർച്ചയായും ഒന്നുകൂടെ ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സ് ലോകം മുഴുവൻ പിടിമുറുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ആലോചിച്ചാൽ തീർച്ചയായും ഇതിൻ്റെ ഭാവി മാർക്സിസത്തിൻ്റെ ഭാവിയല്ല, ഈ ലോക രാഷ്ട്രീയത്തിൻ്റെ ഭാവി അതേതൊക്കെ ദിശയിലേക്ക് തിരിയും, അതിൻ്റെ കട്ടനട്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഏതൊക്കെ വിഭാഗങ്ങളായിരിക്കും, ഏതൊക്കെ തരം മനുഷ്യജീവികളായിരിക്കും എന്നുള്ളതൊക്കെ വലിയ പഠനം ആവശ്യമായ വിഷയമാണ്. ആ നിലയിലുള്ള പഠനങ്ങളൊക്കെ ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മുടെയൊക്കെ ആകെ ചിന്ത ഇപ്പോൾ കാലത്ത് എഴുന്നേറ്റാൽ സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഫേസ്ബുക്ക് ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും എല്ലായിടത്തും വായിച്ചാൽ ആകെ ഇന്ത്യയിലും ലോകത്തും രണ്ട് വിഷയങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലും രണ്ട് വിഷയങ്ങളൊന്ന് ജാതിയും മതവുമാണ്. ഈ ജാതിയും മതവും മാത്രം തലക്കടിച്ച് ഭ്രാന്തായിപ്പോയ ജനതയാണ് യഥാർത്ഥത്തിൽ. ആ അവസ്ഥയിൽ നിന്ന് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അത് തിരുത്തി കൊണ്ടുവരാനും അതോടൊപ്പം എവിടെയൊക്കെയാണോ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത്, ജനങ്ങൾക്ക് നീതിപൂർവ്വം ജീവിക്കാനുള്ളൊരു അവസരത്തിന് വേണ്ടി എവിടെയൊക്കെ ഫൈറ്റ് ചെയ്യേണ്ടതാണ് അവിടെയൊക്കെ നമ്മളെ കഴിയുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാനുമൊക്കെ
തയ്യാറാകുന്നൊരു അന്തരീക്ഷത്തിൽ മാത്രമേ നമ്മുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ സാധ്യത ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. നാളെ അഹിതമായതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നിങ്ങളെപ്പോലെ തന്നെ ഞാനും കരുതുന്നു. ഞാൻ സംഭവിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഞാനും ഉദ്ദേശിച്ചത്. ഏതായാലും വിശ്വനാഥമേനോട്ടുള്ള ദീർഘകാല ബന്ധം, അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരുപാട് സ്വകാര്യ സംഭാഷണങ്ങൾ, അതിലൊക്കെ ചിലതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ പക്ഷേ ഈ ഇന്നത്തെ കാലത്തുള്ള സ്ഥിതി എന്താ വെച്ചാൽ പറഞ്ഞാൽ പറഞ്ഞത് തെറ്റിദ്ധരിക്കും. എന്തോ അവരൊക്കെ തമ്മിലെന്തോ വലിയ ഫൈറ്റായിരുന്നു ഒക്കെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരും. അതുകൊണ്ടാണ് പലതും പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും പറയാത്തത്. ഏതായാലും വിശ്വനാഥ മേനോനെ പോലുള്ള ഒരു വലിയ മനുഷ്യനെ കണ്ട ഒരുപാട് ഓർമ്മകളും സ്നേഹവും അദ്ദേഹം കാണിച്ച കരുതലും ഒരു താല്പര്യമൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് എന്നെ നന്നായി പ്രചോദിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ മലയാളം വാരികയിൽ ഒരു അവസരം കിട്ടിയപ്പോൾ, ഞാൻ അവിടെ ഇരിക്കുന്ന കാലത്ത് എൻ്റെ അവസരം കിട്ടിയപ്പോൾ അത് ഞാനും എൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. ഏതായാലും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും അദ്ദേഹത്തെ കാണാനും ഇടപെടാനും ഒക്കെ അവസരമുണ്ടായി. ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമൊക്കെ പലരുടെ കാര്യങ്ങളിലും സംസാരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത നമസ്കാരം.